നമസ്തേ നമസ്തേ. ഇതെനിക്ക് ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് വേറൊന്നും എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ കുറച്ച് പേർക്ക് അറിയില്ല. എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അമ്മ എന്ന് പറയുന്നത് ഒരു രണ്ടക്ഷരമുള്ള വാക്കാണെങ്കിൽ പോലും നമ്മളെ സ്നേഹത്തോടെ മാറോടടയ്ക്കുന്ന നമ്മുടെ മാതാ അമൃതാനന്ദമയി അമ്മയുടെ പിറന്നാളാണിന്ന്. ഇന്ന് ഞാൻ ഈ അമൃത TV-യിൽ എൻ്റെ പ്രേക്ഷകരോടൊപ്പം നിൽക്കാൻ ഏക കാരണം അമ്മയാണ്. അമ്മ പറഞ്ഞുകൊണ്ട് മാത്രമാണ് തിരിച്ച് ഞാൻ മിനി സ്ക്രീനിലേക്ക് വന്നത്. അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് വാക്കുകളില്ല പറയാൻ. അത്ര വാരിക്കോരിയ സ്നേഹമാണ് അമ്മ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ചില സമയത്തൊക്കെ ഞാൻ ഭയങ്കര പോസസീവായിട്ടുണ്ട്. എന്താണെന്നറിയോ, അമ്മ ശരിക്കും എല്ലാ അമ്മമാർക്കും മക്കൾ ഒരുപോലെയാണ്. അമ്മ മാറോടണച്ച് ഒരാശ്വാസം കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും വേറൊരു വ്യക്തിയിൽ ഞാൻ അതങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് എല്ലാം ആയുസ്സും ആരോഗ്യവും ദൈവം തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് എന്താ പറയുക, ആനീസ് കിച്ചണിലെ സ്പെഷ്യൽ ഡിഷ് ചെയ്യാം. ഇന്ന് വെജിറ്റേറിയനാ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കുറുമയാണ്. സാധാരണഗതിയിൽ വെജിറ്റബിൾ കുറുമ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു സാധനമാണ്. അതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് എന്നാ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ ഇതും പറയുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ആണ്. ഇപ്രാവശ്യം എനിക്ക് തോന്നി നമ്മളൊരു സ്ഥിരം ഒരു കൂട്ടുകറി കഴിക്കുവോ അല്ലെങ്കിൽ ഒരു ടൊമാറ്റോ ഫ്രൈ എന്നും ആയാൽ എങ്ങനെയാ, അത് നമുക്കൊരു വ്യത്യാസം വരാൻ തോന്നുകയല്ലേ. അതുകൊണ്ട് ആ മിക്ക പേരും ഞാൻ ചേട്ടോ എൻ്റെ അടുക്കളയിൽ ഓരോ ദിവസം ഇന്ന കറി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നിനും മടുപ്പ് വരാൻ പാടില്ല, എന്നൊരു പുതുമ തോന്നണം എന്നുള്ളത് വിചാരിച്ചിട്ട് നമ്മൾ വെജിറ്റേറിയൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ബേസിക്കലി നമ്മൾ എപ്പോഴും നെയ്യിൽ തുടങ്ങുവാന്നേൽ, നെയ്യ് വെച്ചുണ്ടാക്കുവാന്നേൽ ഭയങ്കര ടേസ്റ്റാട്ടോ. അതെപ്പോഴെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ നെയ്യും വെളിച്ചെണ്ണയും നല്ല കോമ്പിനേഷനാണ് ചെയ്യാം. പക്ഷേ ഇത് നോർത്ത് ഇന്ത്യൻ ഒരു ഫ്ലേവറും കൂടെ ഞാൻ ചേർക്കുന്നത് കൊണ്ട് അതിന് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ വെജിറ്റബിൾ ഓയിൽ ഞാൻ എല്ലാ പ്രാവശ്യവും പറയും അത് അത്ര ഹെൽത്തിന് നല്ലതല്ല എന്ന് പറയും. പക്ഷേ എന്നാലും നെയ്യ് തന്നെ ഉപയോഗിക്കാൻ നോക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്, ഹെൽത്തിയാണ് നെയ്യ്. ഇനി ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ നെയ്യ്, പിന്നെ ഇതെന്നാന്നറിയോ, കുറച്ച് വെജിറ്റബിൾസാണ്. പിള്ളേരിപ്പം എല്ലാ പിള്ളേരും പച്ചക്കറി അധികം തിന്നുകയല്ലെന്ന് പറയുന്നു. അതുകൊണ്ട് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന പച്ചക്കറി, അത് ക്യാരറ്റ് നല്ലതാ, കോളിഫ്ലവർ നല്ലതാ, ബീൻസ് നല്ലതാ, എല്ലാം നമ്മുടെ അമ്മമാർക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്നതാന്ന് തോന്നിയാൽ അതെല്ലാം വെജിറ്റബിൾസ് ഇടാം. പക്ഷെ ബീട്രൂട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ചേഞ്ച് വരും. അതുകൊണ്ട് അത് മാത്രം ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇടണ്ടെങ്കിലും പ്രശ്നമില്ല. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ മതി. നെക്സ്റ്റ് വേണ്ടിയത് ഈ നമ്മുടെ വീട്ടിലുള്ള നല്ല ജീരകം, അത് കുറച്ച് വേണം. ഈ നമ്മൾ തോരനൊക്കെ അരയ്ക്കുന്ന ജീരകമാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് കുറച്ച് പട്ടയുടെ ഇല, കുറച്ച് പട്ട, പിന്നെ കുറച്ച് ഗ്രാമ്പൂ, ഇത് ഏലക്കയും തക്കോലവും ഉണ്ട്. തക്കോലം വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ പൂവിൻ്റെ ഒരു ഇതൾ ഇട്ടാച്ചാൽ മതി. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. പച്ചക്കറിയുടെ ഡിഷ് നമ്മൾ വെക്കുമ്പം ഒരുപാട് ഇഞ്ചിയും വെളുത്തുള്ളി ഇടല്ലേ. പിന്നെ ഇതൊരു തക്കാളി ബോയിൽ ചെയ്ത് വെച്ച് അരച്ചു വെക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ പച്ചക്ക് അരച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ കറി വെക്കുമ്പോഴത്തേക്ക് അത് വേവിക്കാനുള്ളതല്ലേ. പിന്നെ എല്ലാ പൊടികളും, അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണേ, കുറച്ച് മല്ലിപ്പൊടി, ഇത് നമ്മുടെ സാദാ മുളക് പൊടി, പിന്നെ ആന്നേൽ കുറച്ച് പച്ചമുളക്, ഇത് വലിയ എരിവില്ലാത്ത പച്ചമുളകാണ്, ഇത് കുറച്ച് ഗരം മസാല പൊടിച്ചതാണ്, പിന്നെ ഉള്ളത് കുറച്ച് ഫ്രഷ് ക്രീം. നമ്മൾ മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഒരുപാട് ഇടുന്ന പോലെയാണ് അവരുടെ ഫ്ലേവറിൽ കുറച്ച് കസൂരി മേത്തി നമ്മൾ ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഏറ്റവും കൂടുതൽ പോകുന്നതാണ് ഈ പറഞ്ഞ മല്ലിയില. ഇതിൻ്റെ കൂടെ 2 ഇൻഗ്രീഡിയൻ്റ് എക്സ്ട്രാ വേണ്ടിയത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ബിരിയാണിക്കൊക്കെ ഉള്ളി വറക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ഉള്ളി വറുത്ത് വയ്ക്കണം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അണ്ടിപ്പരിപ്പില്ലെങ്കിൽ കപ്പലണ്ടി ആയാലും മതി. ഇനി ആദ്യം ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ, ഒരു പാൻ അടുപ്പേ വെച്ചേച്ച്, അല്ല പാത്രം വയ്ക്കാതെ കറി വെക്കാൻ പറ്റുമോ? ഇതെന്നാ വർത്താനം പറയുന്നത് അല്ലേ.
കുറച്ച് നെയ്യ് ഒഴിക്കാം. കുറച്ച് ഒഴിച്ച് വെച്ചാൽ മതി. ഈ നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ വെച്ചേക്കുന്ന പച്ചക്കറി ഉണ്ടല്ലോ ഇതിനകത്തോട്ട് ഇട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഈ കോളിഫ്ലവർ ഒക്കെ എടുക്കുമ്പോഴത്തേന് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ല, ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടേച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് നല്ലതാ. ഇനി അതിനൊത്തില്ല എന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ മഞ്ഞപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല, നമ്മൾ ഇതിൻ്റെ പൂ എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇതിനകത്ത് അറിയാലോ എല്ലാവർക്കും പുഴു കാണും. അപ്പം അതൊന്ന് നോക്കിയേച്ച് വേണം എടുക്കാൻ. ഇപ്പം ഈ എണ്ണയൊന്ന് നെയ്യൊന്ന് ചൂടായേ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇത് ഇടുക. ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ആന്നേൽ ഈ പട്ടാണിയൊന്നും പിടിക്കുകയല്ല, പീസൊന്നും ഇഷ്ടമല്ല. ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നറിയോ, ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇടുക. അല്ലാതെ ഇടണം, അത് പോരാതെ ഞാൻ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇടുക. ഒരിച്ചിരി ഒന്ന് വാടിക്കോട്ടെ. ആ സമയം കൊണ്ട് എനിക്കിവിടെ ഇച്ചിരി ഒരു സാധനം അരയ്ക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്കൊന്ന് അരച്ചു വെക്കാം. ഇതൊരു ഏകദേശം ഒരു ഉള്ളിയാ, അത് നല്ലതായിട്ട് നമ്മൾ വറുത്തെടുത്തേക്കുക. ഇതിന്റെ കൂട്ടത്തില് ഈ ഉള്ള ഒരു 10 പീസ് എടുത്തോ, ആ കാഷ്യൂവും കൂടി ഇട്ടേച്ച് ഒന്ന് നല്ല ഫൈൻ പേസ്റ്റ് ആക്കണം. ഓക്കെ, ഇതിപ്പോ ഒരു നമുക്കറിയാം, മിക്സി അരയ്ക്കുമ്പോൾ അറിയാലേ, അരവിന്റെ ഒരു ഭാഷ മാറുമ്പോഴത്തേക്ക് അറിയാം അത് പൊടിഞ്ഞു കഴിഞ്ഞത്. ഇനി അത് നല്ലതായിട്ടൊന്ന് അരയാനാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ഇത് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ പച്ചക്കറി ഒരു ഇച്ചിരി വാടിക്കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് മാറ്റി നമ്മുടെ പഴയ ബൗളിലേക്ക് ഞാൻ എടുക്കുക. ഇത് വെന്തോന്ന് ചോദിച്ചാൽ വെന്തിട്ടില്ല. ഇനി നമ്മൾ ഗ്രേവി ഉണ്ടാക്കി വെച്ചാൽ അതിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് വാട്ടി എടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് അതേ പാൻ തന്നെ നമ്മൾ ഇതിനകത്തോട്ട് വെച്ച് ഇച്ചിരി നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചിട്ട് ഇതിനകത്ത് ഇടേണ്ട സ്പൈസസ് എല്ലാം നമ്മൾ ഡ്രൈ സ്പൈസസ് ഇല്ലേ, അതായത് ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഇതിനകത്തോട്ട് ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ ജീരകം. പച്ചക്കറിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒത്തിരി പട്ടയുടെ ഇല ഇടുന്നില്ല. ഒരു ഇല കീറി ഇടുക. എന്നുവെച്ചാൽ പട്ടയുടെ കഷ്ണം ഒരു കഷ്ണം ഇങ്ങനെ ഒടിച്ചിട്ടേക്കുക. ഗ്രാമ്പു ഒരു 3-4 എണ്ണം. ഏലക്ക ഒരു 3-4 എണ്ണം. ഇതിനകത്തോട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ഇതൊന്ന് ഇച്ചിരി നല്ലതായിട്ട് മൂക്കണം കേട്ടോ. ഇതൊരു 2 ചെറിയ സ്പൂണിനാണ് ഞാൻ ഇടുന്നത്, വലിയ സ്പൂണല്ല. ചൂട് നെയ്യില് ഇച്ചിരി വെള്ളം ഒഴിച്ചാലുള്ള അവസ്ഥ ഇതാ. അതുകൊണ്ട് ഇച്ചിരി ദൂരെ നിന്ന് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടല്ലോ, നമ്മൾ മേടിക്കുന്നതാണേലും നമ്മൾ വീട്ടിൽ ചതയ്ക്കുന്നതാണേലും അത് മുരിയാനായിട്ട് ശ്രദ്ധിക്കണം. കാര്യം എന്നാന്നറിയാവോ, ഈ ഇഞ്ചി വെളുത്തുള്ളിക്ക് ഒരു ചെറിയ ഒരു കുത്തലുണ്ട്. അതൊന്ന് മാറാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കറിയിൽ മൊത്തം ഉണ്ടല്ലോ അതിന്റെ ഒരു ചുവ വരും. ഇതൊന്ന് മുരിഞ്ഞേ. ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ്, ഇതിന്റെ വെള്ളമയോ എല്ലാം പോണം. ഇതിന്റെ വെള്ളമയോ ഒന്ന് പോയി തുടങ്ങി നമ്മുടെ ആ നെയ്യ് ഒന്ന് തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ ആ പൊടികളെല്ലാം ചേർക്കണം. അതായത് ഇതിന്റെ വെള്ളമയം മുഴുവൻ അങ്ങ് പറ്റി പോകരുത്. അതിനു മുമ്പേ തന്നെ ഇപ്പൊ തന്നെ ഇത് തിളയ്ക്കുമ്പോൾ തക്കാളിയുടെ ഒരു മണമില്ലേ, ആ ഒരു റോ ടേസ്റ്റ് അത് വരുന്നുണ്ട്. ആ റോ ടേസ്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാല് നമുക്ക് പൊടികളെല്ലാം ചേർക്കാം.
ഇനി തീ ഒരു ഇച്ചിരി കുറച്ചേച്ച് ഇതിന്റെ വെള്ളമയം ഒരു വറ്റി ഒരു ഹാഫ് ആയെന്ന് വെച്ചോളൂ. എന്നാൽ നെയ്യ് ഒരു ഇച്ചിരി തെളിഞ്ഞു വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും വരുന്നുണ്ട്. ബാക്കി വെള്ളം നമുക്ക് വേണം ഈ പൊടി ഒന്ന് വേവാനായിട്ട്. അപ്പത്തേക്ക് നമുക്ക് ഇനി ആ പൊടി ഒന്ന് ഇടാം. നമ്മുടെ ഇതിൽ നോക്കിയാൽ അറിയാം ആ നെയ്യൊന്ന് തെളിഞ്ഞു വരുന്നത്. ഇനി ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ പച്ചക്കറിയിൽ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടായിരുന്നു. ഇതൊരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഒത്തിരി മഞ്ഞ ഇടുന്നോട് എനിക്ക് അതിന്റെ ഒരു ചുവ മുന്നേ വരും. പിന്നെ കാശ്മീരി മുളക് പൊടി എരിവ് കണക്കാക്കിയിട്ട് 1.5 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. അതേപോലെ എരിവുള്ള മുളക് പൊടി ഒരു 3/4 ഇട്ടേച്ചാൽ മതി. ഒരുപാട് ഇടണ്ട, ചിലപ്പോ എരിവ് അധികം ഇഷ്ടാവില്ലല്ലോ ചിലർക്ക്. പിന്നെ മല്ലിപ്പൊടി, അതും നമ്മൾ നേരത്തെ മുളക് പൊടി ഇട്ട പോലെ തന്നെ 1.5 സ്പൂൺ. ഇനി ഈ പൊടി ഒന്ന് ഈ ഗ്രേവിയിൽ ഒന്ന് വേവണം. വേണ്ട, നമ്മൾ വർത്താനം പറഞ്ഞ് ആ പൊടി ഇട്ടോണ്ടിരുന്ന സമയം ഞാൻ പറഞ്ഞില്ലേ ആ തക്കാളിയുടെ വെള്ളം അങ്ങ് പറ്റിപ്പോയി. അപ്പൊ ഇനി നമ്മൾ ഇത് ഡ്രൈ ആയതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഇതിനകത്തോട്ട് അങ്ങ് ഒഴിക്കണം. ആ പൊടി ഒന്ന് വേവണ്ടേ അന്നേരത്തേനും. ഇതിനകത്ത് ഇനി ആ നെയ്യ് ഒന്ന് നല്ലതായിട്ടൊന്ന് തെളിഞ്ഞു വന്നാല് അതിന്റെ ആ പച്ചച്ചൊവ, അതായത് മുളക് പൊടിക്കൊരു മണവും അതിന്റെ ഒരു ഇതില്ലേ അതൊന്ന് മാറണം. ഇച്ചിരി വെള്ളം ഒഴിച്ച് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ നെയ്യൊന്ന് തെളിയിച്ചെടുത്താൽ മതി. അപ്പത്തേക്ക് പൊടിയും കരിയുവേല. വേണമെങ്കിൽ കുറച്ചു നേരം വെള്ളം ഒഴിച്ചേച്ചാൽ അടച്ചിട്ട് വേവിക്കാം. എങ്ങനെയായാലും ചെയ്യാം. അതായത് പച്ചക്കറിയുടെ കൂടെ അല്ലാതെ ഇതിന്റെ നെയ്യൊന്ന് തെളിയുന്നിടം വരെ. ഇനി ഇതിന്റെ നെയ്യ് കുറേശ്ശെ തെളിഞ്ഞു വരുന്നുണ്ട്. ഏതാണ്ട് ഈ അറ്റ വക്കൊക്കെ നോക്കി വെച്ചാൽ അറിയാം അതിങ്ങനെ തെളിഞ്ഞു വരുന്നത്. ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കാം. ഈ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല പേസ്റ്റ്, അതുകൊണ്ട് അതിന്റെ ഒട്ടും അരപ്പ് കളയരുത്. തീ ഇച്ചിരി കുറച്ചേച്ച് ഞാനിത് മിക്സി ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് വരാം. ഓക്കെ, ഇനി ഈ ഗ്രേവി നല്ലതായിട്ട് നമ്മൾ നേരത്തെ ആ പൊടിയുടെ കൂടെ എല്ലാം നല്ലതായിട്ട് ചേരണം. എളുപ്പമാട്ടോ ഇത് വെക്കാനായിട്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ആ നെയ്യെല്ലാം തെളിഞ്ഞു വന്നു, നോക്കിയാൽ അറിയാം. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച വെജിറ്റബിൾസ് ഇതിനകത്തോട്ട് ചേർക്കും. അതിന് മുന്നായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു 3-4 പച്ചമുളക് ഇട്ടോളൂ. അതായത് 3-4 പച്ചമുളക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അരിഞ്ഞ കഷ്ണത്തിൽ നിന്ന് 3-4 ഇപ്പൊ ഈ ഗ്രേവിയുടെ ഒരു പച്ചച്ചോവ മാറിപ്പോയിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പച്ചക്കറി ഇതിനകത്ത് കിടന്ന് വേവണം. അങ്ങനെയാണെങ്കിൽ തന്നെയും വേവാനായിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ. അല്ലാതെ ഈ ഗ്രേവിയിൽ ഈ പച്ചക്കറി എന്തായാലും വേവുകയില്ല. കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. ഞാൻ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല. പച്ചക്കറിക്കും കൂടെ വേണ്ടിയ ഉപ്പ് ചേർത്ത് വേണം, അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്തോണേ. പച്ചക്കറി വേവുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചോളൂ. കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് ഇരുന്ന് കുറുകും. നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ചതല്ലേ, അന്നേരം അത് ഇരുന്ന് കുറുകും. ബേസിക്കലി നമ്മൾ ഉള്ളി ഉണ്ടല്ലോ അരച്ച് ഏതെങ്കിലും ഒരു കറി വെക്കുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ചിക്കൻ കറി വെക്കുവാണെങ്കിൽ നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് വരും. എന്ന് പറഞ്ഞ് ഉള്ളി കൂടുതൽ അരയ്ക്കരുത്, മധുരിക്കുകയും ചെയ്യും. ഇനി ഗ്രേവി തിളച്ചു. ഇനി അതിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിന്റെ തീ ഒന്ന് നല്ലതായിട്ട് കുറച്ച് വെച്ചേച്ച് നമുക്ക് ആ എന്നാ പറയാ പച്ചക്കറി ഒന്ന് വേവാനായിട്ടുള്ള സമയം കൊടുക്കണമല്ലോ. അതിനു മുന്നേ നമ്മുടെ ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ തരുന്നത് കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇട്ടിട്ട് അടച്ചു വയ്ക്കാം. എന്നാലേ അതൊരു ഗ്രേവിയിലേക്കും കൂടെ അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങത്തുള്ളൂ. ഇനി ഇതൊരു പകുതി വെന്ത് കഴിയുമ്പോൾ നമുക്കൊരു കുറച്ച് ഗരം മസാല ഇടണം. നമ്മുടെ കറി ഏത് പരുവം ആയി എന്ന് നോക്കാം. നല്ല പരുവേ ആവത്തുള്ളൂ കേട്ടോ, ഞാൻ ഗ്യാരണ്ടി. കണ്ടോ ആ നെയ്യൊക്കെ നല്ല തെളിഞ്ഞ് വരുന്നുണ്ടെന്നല്ല വന്നു കാണാം. നല്ല മണമുണ്ട്. ഈ ഗ്രേവിയിൽ നമുക്ക് എല്ലാ പച്ചക്കറിയും ഇടാൻ പറ്റിയില്ല, വേണ്ടാന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇതില് നോൺ വെജ് ഇട്ടാലും നല്ലതാ, പനീർ ഇട്ടാൽ നല്ലതാ, ടോഫു ഇട്ടാൽ നല്ലതാ, ബേബി കോൺ ഇട്ടാൽ നല്ലതാ. ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു പെർട്ടിക്കുലർ
ഒരു തരം പച്ചക്കറി മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം, കുഴപ്പമില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഫ്ലേവറിങ്, ഒരു മണം, അത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഫ്ലേവറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇട്ട് കഴിഞ്ഞു. പക്ഷെ ഇനി ഒരു ഗരം മസാലയുടെ ഒരു മണം വരികയല്ലേ, അത് മാത്രം ചേർക്കും. അതിന് ഒരു പിഞ്ച് മതി. ഒരുപാട് എടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് ഒരു കുത്തലുണ്ടാവും. ഇത് ഇട്ടിട്ട് ഒന്ന് നല്ലതായിട്ട് ഇളക്കുക. ഇനിയിപ്പൊ ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാം. അതല്ല വേണ്ടേ, ഇതേപോലെ കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കണം. ചേർത്താൽ ഭയങ്കര നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അഥവാ അതല്ല, നമ്മളിപ്പം അണ്ടിപ്പരിപ്പും ഇതെല്ലാം ചേർത്തു, പക്ഷെ അതല്ല ഫ്രഷ് ക്രീം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ നമ്മൾ അരച്ച് ചേർത്തേച്ചാൽ നല്ലത്. ഈ ഫ്രഷ് ക്രീം ഇത്രയും പോലും കളയാൻ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചേച്ച് ഞാൻ ചേർക്കുക. ഇച്ചിരി തീ ഇച്ചിരി കൂട്ടി വെച്ച് ഈ ക്രീം ഒത്തിരി അങ്ങ് തിളപ്പിക്കരുത്. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തേച്ച് കുറച്ച് കസൂരി മേത്തി ഇടുക, നിറച്ച് മല്ലിയില ഇടുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ കുറുമ. ഇനി എന്നാന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്നത് ബെസ്റ്റ് ബാസ്മതി റൈസ് നല്ലതാ. നോർത്ത് ഇന്ത്യൻ ഫ്ലേവേഴ്സ് അറിയാലോ, കുൽച്ച, റോട്ടി, നാണ്. ഇനി ഇതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് ഉണ്ടാക്കുന്ന പൂരി ഉണ്ടാക്കിയാലും മതി. നല്ല ചൂട് പൂരിയും ഈ കറിയും കുറച്ച് സാലഡും ഒക്കെ ആയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാ. ട്രൈ ചെയ്ത് നോക്കൂ. അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ എന്താ പറയുക, ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അമ്മയുടെ മക്കളെ തമ്മിൽ സംസാരിക്കാൻ പോകുക. അതായത് ഒരു അമ്മയുടെ പിറന്നാളിന് ഒരു കുടുംബത്തിലേക്ക് കയറുന്നത് പോലെ ഞങ്ങൾ സഹോദരങ്ങൾ സംസാരിക്കാൻ പോവാണ്. അത് ആരാന്നല്ലേ, അതൊരു സസ്പെൻസോട് കൂടി നമുക്ക് കാണാം. ഞാൻ അടുക്കള ഒന്ന് വൃത്തിയാക്കട്ടെ. അതെ, ഇന്ന് നമ്മൾ ശരിക്കും ഒരു സന്തോഷമില്ലേ? എന്നാന്നറിയോ, നമ്മൾ മക്കളെല്ലാം കൂടെ നമ്മുടെ വീട്ടിലേക്ക് കൂടുന്ന ഒരു എഫക്റ്റ് ഇല്ലേ? തീർച്ചയായും. അമ്മയുടെ ബർത്ത്ഡേ ആവുമ്പോ അത് ആഘോഷിക്കാൻ മക്കള് കൂടുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷം. തീർച്ചയായിട്ടും ചേച്ചി. സത്യം. ഞാനത് പ്രേക്ഷകരോട് ഞാൻ പറയുവാണ്, ശരിക്കും ഞങ്ങളിപ്പോ മക്കളെല്ലാം കൂടെ ഒരു അമ്മയുടെ സന്തോഷത്തിൽ പങ്കുചേരുന്ന പോലെയാ. ഭയങ്കര മനസ്സ് നിറഞ്ഞ ഒരു സന്തോഷം അല്ലേ? അമ്മ എന്ന് പറയണ ആ ഒരു അമൃതം ഉണ്ടല്ലോ, അത് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷം തന്നെയാണ്. എപ്പോഴും നമ്മുടെ ജീവിതം മൊത്തം അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എസ്പെഷ്യലി ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോ അതിന് കുറച്ച് സത്യം പറഞ്ഞ ഞാനായാലും രചന ആയാലും അമ്മയെ പറ്റി പറയുമ്പോ മിക്കവാറും ഞങ്ങൾ മൊത്തം രണ്ടുപേരും കൂടെ കരഞ്ഞേച്ചേ പോകത്തുള്ളൂ. അതിലും ഭേദം ഞങ്ങള് അമ്മയ്ക്ക് അങ്ങനെ കരയുന്നോട് വലിയ താല്പര്യം ഇല്ലാത്ത ഒരു വ്യക്തിയാ. അമ്മയ്ക്ക് മക്കളെല്ലാം ഭയങ്കര സ്മാർട്ടായിട്ട് എല്ലാം ഓടി നടന്ന് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മയ്ക്ക് ഈ മോളോട് കുറച്ച് സ്നേഹം കൂടും. കാര്യം കുറച്ച് സകല കലാ വല്ലഭയാണ്, ടീച്ചറാണ്. അതെല്ലാവർക്കും അറിയാലോ അല്ലേ? ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ്. അതുകൊണ്ട് ഇംഗ്ലീഷൊക്കെ പ്രയോഗിക്കുന്ന ഞാൻ സൂക്ഷിച്ചു വേണം. ഇനി അടുത്തത് നല്ലൊരു ആക്ട്രസ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ TV-ല് എന്താ പറയാ ആങ്കറാണ്, ഡാൻസറാണ്. ഇനി ഒത്തിരി ഒന്നും പറയണ്ട, എത്രയൊക്കെ മതി. കാര്യം ഇതിലൊന്നും നമ്മൾ അടുത്തെത്താത്തോണ്ട് നമുക്കൊരു ചെറിയ കുശുമ്പ് കൂടെ ഉണ്ട്. ഇതാരെ പറയണേന്ന് നോക്കും. എന്ത് നമുക്കൊന്നുമില്ല, ദേവി തന്ന ഒരു ചെറിയ അനുഗ്രഹം ഇത് മാത്രം. എന്നാലും ഒരു കൂടപ്പുറപ്പ് നന്നാവുന്നതാണിപ്പോ ചെറിയ കുശുമ്പല്ലേ? പക്ഷെ ഇല്ല കേട്ടോ, ഞങ്ങളുടെ അമ്മ ഞങ്ങളെ അതൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഒന്നിനും നന്നാവാൻ മാത്രമേ അമ്മ പഠിപ്പിച്ചിട്ടുള്ളൂ. ഒന്ന് നന്നായാൽ മറ്റേ ആൾക്ക് കൈ കൊടുത്ത് കയറ്റിവിടാനേ അമ്മ പഠിപ്പിച്ചിട്ടുള്ളൂ. തീർച്ചയായിട്ടും. എനിക്ക് അമ്മ എന്ന് പറയുമ്പോ ശരിക്കും അമ്മേനെ ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത് പോലും ഈ പറഞ്ഞ പോലെ വള്ളിക്കാവില് വെച്ചാണ്. കല്യാണം കഴിഞ്ഞ ഇടയ്ക്കാണ്. അപ്പൊ അന്ന് അമ്മ ശരിക്കും എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച, ഞാൻ ഫസ്റ്റ് ടൈം അമ്മയെ കാണുന്നത്, അതിശയിപ്പിച്ച എന്താന്ന് വെച്ചാൽ അന്ന് ഇത്രയും സൗകര്യങ്ങളൊന്നുമില്ല, കുടിലുകൾ മാത്രമേ ഉള്ളൂ. അമ്മ ഞങ്ങളെ കാണാൻ ആ കുടിലേക്ക് വന്നു എന്നുള്ളതാണ്.
എനിക്ക് അതിനകത്ത് അമ്മയുടെ ഒരു എന്താ പറയാ, അതിനകത്ത് ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ, പറഞ്ഞാൽ ഞാൻ കരയും, സത്യം. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എനിക്ക് അമ്മയോട് ഭയങ്കര സ്നേഹം ഉള്ള സത്യം ഞാൻ പറയും. പക്ഷെ രചന എങ്ങനെയാ ശരിക്കും അമ്മയുടെ കണക്ട് ആയത്? ഞാൻ കണക്ട് ആയത് എന്ന് പറഞ്ഞാൽ വളരെ ഇയേഴ്സ് ബാക്ക് പോകേണ്ടി വരും എനിക്ക്. ഞാൻ സ്കൂൾ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണു തുടങ്ങി കേട്ടോ. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ 2-3 നല്ല സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഷിഫ്റ്റായിരുന്നു ഞങ്ങൾക്ക്. രാവിലെ ഒരു 8 മണിക്ക് ക്ലാസ് തുടങ്ങി ഉച്ചയ്ക്ക് 12:30 വരെയുള്ളൂ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ട്യൂഷന് പോവും, രാജം ടീച്ചറുടെ വീട്ടിൽ ട്യൂഷന് പോവും. അപ്പോൾ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട്. ടീച്ചറുടെ ട്യൂഷൻ 3:30 തൊട്ട് 4:30 വരെയാണ്. അപ്പോൾ ആ ഗ്യാപ്പ് ടൈമിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, അടുത്തൊരു സുഹൃത്ത്, ലക്ഷ്മി എന്നാണ് പേര്, നല്ല കൂട്ടായിരുന്നു ഞങ്ങൾ. ഇപ്പോഴും കൂട്ടാണ്, പക്ഷെ മുമ്പത്തെ അത്ര ഇല്ല, ഒരു മെസ്സേജിലൂടെയുള്ള ഒരു അടുപ്പേ ഉള്ളൂ. ലക്ഷ്മിയുടെ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ അത്രയും സമയം. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് അവിടെ നിന്നാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണ ഫുഡിന്റെ കൂടെ അവിടുത്തെ അമ്മ മോര് കാച്ചിയതും പയറുകൊണ്ടാട്ടൊക്കെ തന്ന് അങ്ങനെയാണ് അവിടെ ഞങ്ങൾ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഇത് കേൾക്കണേ. ലക്ഷ്മിയുടെ വീട്ടിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് അമ്മേനെ കാണണേ. അവിടുത്തെ പൂജാ റൂമിൽ അമ്മയുടെ അമ്മ എന്ന് പറയുന്ന ഒരു സദ്ഗുരുവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ വരുമ്പോൾ, ക്ലാസ്സിൽ വരുമ്പോൾ ലക്ഷ്മി പറയും, ലക്ഷ്മിയുണ്ട് സ്നേഹയുണ്ട്, രണ്ടുപേരും പറയും ഞങ്ങൾ നാളെ വള്ളിക്കാവിൽ പോവാ, ഞങ്ങൾ ഇന്ന് വള്ളിക്കാവിൽ പോവാ, ഇന്ന് രാത്രി പോണം. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ വിചാരം ഈ വള്ളിക്കാവ് എന്ന് പറയുന്നത് ഉത്രാളിക്കാവ് പോലെ, കുറ്റിയങ്കാവ് പോലെ ഒരു അമ്പലമാണ്, ഒരു ഭഗവതിയുടെ സാന്നിധ്യം ഉള്ള അമ്പലമാണ് എന്നൊക്കെയായിരുന്നു. പിന്നെയാണ് മനസ്സിലായേ വള്ളിക്കാവിലുള്ള ഭഗവതി നമ്മളെ കണ്ട്, നമ്മളോട് സംസാരിച്ച്, നമ്മളോട് ചിരിച്ച്, നമ്മളെ കെട്ടിപ്പിടിച്ച്, നമ്മളോട് സ്നേഹം പങ്കുവയ്ക്കുന്ന ജീവനോടെയുള്ള ഒരു ഭഗവതിയാണ് എന്നുള്ളത് സത്യം. അങ്ങനെയാണ് ഞാൻ അമ്മയായിട്ട് ആദ്യമായിട്ട് കണക്ട് ചെയ്യണേ. കാണാതെ കണക്റ്റഡ് ആവുക എന്ന് പറയില്ലേ. അപ്പൊ അന്ന് തൊട്ടേ ഒരു ആഗ്രഹമാണ് എനിക്ക് എങ്ങനെയെങ്കിലും അമ്മേനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം. പക്ഷെ അങ്ങനെയാണല്ലോ നമ്മുടെ കൂട്ടുകാർ, ചെറുപ്പത്തിൽ അങ്ങനെയല്ലേ, കൂട്ടുകാർക്ക് എന്തുണ്ടോ അത് നമുക്ക് വേണം. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ സെയിം സാധനം. അപ്പൊ നേരത്തെ രചന ഭയങ്കരമായിട്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പൊ മനസ്സിലായില്ലേ? അല്ല, പക്ഷെ അമ്മയുടെ സാന്നിധ്യം എന്ന് പറയുമ്പോഴേ അത് നമുക്ക് വേണം എന്ന് ആഗ്രഹിപ്പിക്കുന്ന, കാണാത്ത ഒരാൾക്ക് പോലും വേണമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സാന്നിധ്യമായിരുന്നു അന്ന്. പിന്നെ അതങ്ങോട്ട് പതുക്കെ വലുതായപ്പോൾ എനിക്ക് അതിനൊരു ചാൻസോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാനൊരു ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ചേട്ടൻ അന്ന് തൃശ്ശൂർ ഒരു കടയിൽ ജോലി ചെയ്യായിരുന്നു, ബെൻസ് ഓട്ടോമൊബൈൽസിൽ വന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ചേട്ടൻ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഞാൻ നാളെ വള്ളിക്കാവിലേക്ക് പോകാൻ. അപ്പം ഞാൻ വീണ്ടും ചെറുപ്പത്തിലെ അയ്യോ വള്ളിക്കാവ് എനിക്ക് പോകാൻ പറ്റുമോ അങ്ങനെയുള്ള, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഏട്ടൻ പോയി വന്നിട്ട് ഏട്ടൻ പറഞ്ഞു, ഓ അമ്മ, ഞാൻ ചോദിച്ചു അമ്മ എന്താ പറഞ്ഞേ, ഞാനും അമ്മയും കൂടി ചോദിക്കുകയാണ് അമ്മ എന്താ പറഞ്ഞേ. അമ്മ ഒന്നും പറഞ്ഞില്ല, കുറേ നേരം കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു, മോനെ എന്ന് കുറേ നേരം വിളിച്ചു. ഞാൻ പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ. അപ്പോഴും നമുക്ക് ചാൻസ് ഇല്ല. അങ്ങനെ ചാൻസ് ഇല്ലാതെ ഓൾമോസ്റ്റ് ഞാനൊരു 20+ years ഐ ഹാഡ് ടു വെയിറ്റ്. എന്തൊക്കെയോ പല സാഹചര്യങ്ങളും വരും, പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല. പിന്നെയും വരും, പറ്റില്ല. ഇപ്പൊ ചില അമ്പലങ്ങളിൽ പോകുമ്പോ നമ്മൾ പറയില്ലേ, അവിടുത്തെ ഭഗവാൻ അല്ലെങ്കിൽ വിളിക്കണം, മൂകാംബിക പോകുമ്പോ, തിരുപ്പതി പോകുമ്പോ അങ്ങനെയൊക്കെ പറയില്ലേ. അതുപോലെ തന്നെ അങ്ങനെ ഒരു 20 വർഷം കാത്തിരുന്നിട്ടാണ് അമ്മേനെ എനിക്ക് കാണാൻ പറ്റിയത്. അതൊരു 1.5 കാണലായിരുന്നു. എന്റെ ചേച്ചി കണ്ടപ്പോൾ അപ്പോഴൊക്കെ ഞാൻ നമ്മുടെ അമൃത TV ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്നു. അപ്പൊ അവിടുത്തെ എല്ലാവരും ഇങ്ങനെ അമ്മേനെ പരിചയപ്പെടുത്തി സംസാരിച്ചു. എന്നിട്ട് അമ്മ എന്നെ അവിടെ ഇരുത്തി ഓൾമോസ്റ്റ് ഒരു 2-2.5 മണിക്കൂർ അമ്മയുടെ അടുത്ത് അമ്മേനെ ഇങ്ങനെ നോക്കി കുറേ നേരം കണ്ണ് നിറയെ, അത്രയും വർഷം കാണാൻ പറ്റാത്തതിന്റെ ഒരു കുറവ് നിറവാക്കി മാറ്റി അമ്മ. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു അനുഭവം. ഈ പറഞ്ഞ പോലെ നമ്മുടെ കഴിവുകൾ ഇല്ലാതാക്കാൻ അമ്മ സമ്മതിക്കുകയില്ല. അതിനൊരു വലിയൊരു ഉദാഹരണമാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞത്, ഇന്ന് ഞാൻ ഈ അമൃത TV-യിൽ നിൽക്കുന്ന അമ്മയുടെ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം ചെയ്യൂ എന്ന് മാത്രം പറഞ്ഞു. അതും അമ്മയുടെ പ്ലസ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പൊ എനിക്ക് വീട് വിട്ടേച്ച് എവിടെയും പോകാൻ പറ്റില്ല, ഏട്ടന്റെ അമ്മയുണ്ട്, എല്ലാം ഉണ്ട്. അമ്മ പറഞ്ഞു, നീ ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ ചെയ്താൽ മതി.
തീർന്നോടെ. അമ്മ അതിന് ഡിമാൻഡില്ല, അവിടെ പോണം ഇവിടെ പോണം ഒന്നും അമ്മ പറഞ്ഞില്ല. അവിടെ ചെയ്തോ, ഒരു ടെൻഷനും ഇല്ല. ശരിക്കും എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല മോളെ. ശരിക്കും നമുക്ക് ഒരിക്കലും ഒരു അമ്മേനെ ഒരുപാട് വാക്കുകളിൽ കൂടി വർണ്ണിക്കാനോ ഒന്നും പറ്റില്ല. അനുഭവിക്കണം. തീർച്ചയായിട്ടും ആ അനുഭവമാണ് നമ്മുടെ ഓരോരുത്തരുടെയും എന്താ പറയാ ആ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പറഞ്ഞില്ലേ ഞങ്ങൾ കൂടുതൽ പറഞ്ഞാൽ അത് പറയും. ഇനിയിപ്പോ രചനയുടെ ബാക്കി കാര്യങ്ങൾ ചോദിക്കട്ടെ. അമ്മ എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് ആയോണ്ടാട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ വരുന്നേ. അതെ, ഇത്രയും മേഖലകളുണ്ടല്ലോ. ഞാൻ കുശുമ്പോണ്ട് ചോദിക്കട്ടെ, ഏത് മേഖല ആസ്വദിച്ച് ചെയ്യുന്നത്? ഡാൻസ്. അപ്പൊ ടീച്ചറോ? ടീച്ചിങ് എനിക്ക് ഇഷ്ടമാണ്. നമ്മളോട് ചെറുപ്പത്തിൽ ചോദിക്കില്ലേ എന്താവാനാണ് ആഗ്രഹം, ചോദിക്കുമ്പോ ടീച്ചർ ആവണം. അതെല്ലാ പെൺകുട്ടികൾക്കും ഉള്ളതാ അല്ലേ? അത് ഞാൻ എൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചു. ഞാൻ റേഡിയോ മാംഗോയില് ആർജയായിട്ട് ജോലി ചെയ്യണ സമയത്താണ് ഞാൻ B.Ed എടുത്തത്. അതിനുശേഷം ഞാൻ ദേവമാത സ്കൂളിലും ഹോളി ക്രോസ് സ്കൂളിലുമായിട്ട് ഞാൻ ഒരു 4-4.5 വർഷം വർക്ക് ചെയ്തു. അവിടെ വർക്ക് ചെയ്ത സമയത്താണ് മറിമായത്തിലേക്ക് വരുന്നത്. പക്ഷെ എല്ലാം ഉണ്ടെങ്കിലും ഞാൻ ഏറ്റവും അധികം ഹാപ്പി ആവുന്നതും ഞാൻ സാറ്റിസ്ഫൈഡ് ആവുന്നതും ഡാൻസ് ചെയ്യുമ്പോഴാണ്. അപ്പൊ സ്കൂളുണ്ടോ രചന ചെയ്ത? ഡാൻസ് സ്കൂളുണ്ട്. ഡാൻസ് സ്കൂൾ ഒരു 10-22 വർഷമായിട്ടുണ്ട്. സൃഷ്ടി സെന്റർ ഫോർ ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുണ്ട്. ഇപ്പൊ നമ്മള് കൊച്ചിയിലും തുടങ്ങി, എറണാകുളത്തും തുടങ്ങി. എക്സ്പാൻഡ് ആണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കാര്യം നമ്മുടെ ഒരു കഴിവ് ഈശ്വരൻ തന്നത് നമ്മളിൽ ഒതുങ്ങാൻ പാടില്ലല്ലോ. നമ്മൾ അടുത്ത ജനറേഷനിലേക്ക് അത് കലയുടെ ഉദ്ദേശവും അത് തന്നെയാണല്ലോ, അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുക. ഒപ്പം നമുക്ക് എല്ലാവരെയും ഹാപ്പി ആക്കാൻ പറ്റുന്ന ഒരു ഉപാധി. സത്യം. ഈ കോമ്പയറിംഗ് ഒക്കെ TV പ്രസന്റേഷൻ, അത് ഞാൻ ആകാശവാണിയില് കാഷ്വൽ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു മുമ്പ്. അത് കുറെ കൊല്ലം മുമ്പ്, 98-99 ഒക്കെ ആ സമയത്ത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ പതുക്കെ ഇങ്ങനെ ഷോസ് ഒക്കെ വരുമ്പോൾ, നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഷോസ് വരും ബാങ്കറിയും, തൃശ്ശൂരുള്ള ചില ഷോസ് വരും ബാങ്കറിയും, അങ്ങനെയൊക്കെയാണ് അതിലേക്ക് വന്നത്. പിന്നെ അവിടുന്ന് റേഡിയോ മാംഗോയിലേക്ക് വന്നു. ഡാൻസ് പഠിക്കുന്നവർക്ക് ഇങ്ങനെ ഈ കണ്ണ് ബ്ലിങ്ക് ചെയ്തൊക്കെ പരിപാടിയില്ലേ, കൽപ്പന ചേച്ചി ചെയ്യണ പോലെ ഇങ്ങനെ പറഞ്ഞിട്ട് അത് ശരിക്കും അയ്യോ ഒന്നും പറയണ്ട. ഇത് വലിയൊരു പ്രശ്നമാണ്. അതെന്നാ? ആറാട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചല്ലോ. ഇതിന് കുറെ ട്രോള് കിട്ടിയതാണ്. കണ്ണ് ചിന്നിയാല് ട്രോള് വരും. അതൊക്കെ വരും. ഇത് ആക്ച്വലി ഉണ്ണികൃഷ്ണൻ സാറിന് ആവശ്യമായിട്ട് ചെയ്തതാ. എനിക്കൊരു മുൻധാരണ ഉണ്ടായിരുന്നു, ഇത് ഞാൻ ചെയ്താൽ ചിലപ്പോൾ ട്രോള് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ സാറിനോട്, സാർ ഇത് വേണോ, ശരിക്കും വേണോ? അപ്പൊ അതിൽ ലാലേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഡയലോഗ് പറയണ ഒരു സീക്വൻസിൽ ഇതുപോലെ കണ്ണ് ചെയ്യുമ്പോൾ അത് വേണം രചന എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ എനിക്ക് ട്രോള് കിട്ടിയത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അതിലൊക്കെ ട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ന്യൂ. അല്ല, they just want to tell something. അത്ര പറഞ്ഞു എന്നേ ഉള്ളൂ. ബട്ട് ബീങ് ആൻ ആർട്ടിസ്റ്റ് വി ആർ ഡൂയിങ് അവർ ജോബ് അല്ലേ? ഡയറക്ടർ എന്താണോ പറയണേ അത് നമ്മൾ ചെയ്തിരിക്കും. ഈ പറഞ്ഞ പോലെ എനിക്ക് രചനയുടെ ഏറ്റവും വലിയൊരു പ്രയാസം തോന്നി എന്നാന്നറിയോ, ഈ മുടി മുറിച്ച് കളഞ്ഞു വെച്ച് ഞങ്ങളൊക്കെ ആന്നേലും ഈ കിടന്ന് പാടുപെടുക. ഒരു ഇച്ചിരി എത്ര പിള്ളേരാന്നറിയോ ഇപ്പൊ മുടിയൊക്കെ പോവാന്നും പറഞ്ഞുകൊണ്ട് കിടന്നോണ്ട് അതിന്റെ ഇടയില ഈ കാണിച്ചേക്കുന്നത്. ഇത് എന്നതിലും ഇങ്ങനെ കൊണ്ട് ഇത് തിരുപ്പതിയിലൊരു വഴിപാടായിരുന്നു, കുറേ നാളായിട്ടുള്ള വഴിപാടായിരുന്നു. അപ്പൊ അത് ഇപ്പൊ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമുക്ക് പ്രോഗ്രാംസ് ഇല്ലല്ലോ, കർക്കിടകം വരെ പ്രോഗ്രാംസ് ഇല്ലല്ലോ. അപ്പൊ ആ സമയം നോക്കിയിട്ട് ഞാനിത് വഴിപാട് കൊടുത്തതാ, ഭഗവാന് കൊടുത്തതാ. തീർച്ചയല്ല, ഞങ്ങൾ ആദ്യം വിചാരിച്ചു ചിലപ്പോ സിനിമയ്ക്ക് വേണ്ടിട്ട് ഒരു ക്യാരക്ടർ ചെയ്തതായിരിക്കും. ഇനിയിപ്പോ ഇതില് സിനിമ വന്നാൽ ഞാൻ ചെയ്യും. ഇതില് പക്ഷെ എന്താ അറിയോ, ഞാൻ എപ്പോഴും രചനനെ എനിക്ക് ഭയങ്കര ഇഷ്ടം എങ്ങനെയെന്നറിയോ, ഒരു ഭയങ്കര നാട് നല്ല രസാ, നല്ല മുടിയൊക്കെ ആയിട്ട്. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് അല്ലേ, നമ്മളൊരു കുട്ടിയെ കാണുമ്പോ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളല്ലേ, അതൊക്കെ ഭയങ്കര ഇണങ്ങി നിന്ന ഒരു കുട്ടിയായിരുന്നു. ഇത് വളരുമല്ലോ ചേച്ചി, വളർന്നു തുടങ്ങി ഇപ്പൊ 1 മാസമായിട്ടല്ലോ. വരുന്നിടം വരെ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടേ നമുക്ക് വിഗ് വെക്കാം, അതുവരെ നമുക്ക് വിഗ് വെക്കാം. ഇപ്പൊ കാര്യം അറിഞ്ഞല്ലോ, അത് തന്നെ സന്തോഷല്ലേ. പക്ഷെ എന്നാലും നമുക്കൊരു ഗെയിം കളിക്കാം. ഓക്കെ, ചോദിക്കുന്ന ഒക്കെ എനിക്ക് രചന ഇംഗ്ലീഷിൽ ഉത്തരം പറയണം. ഓ മൈ ഗോഡ്, ടീച്ചർ അല്ലേ, പറഞ്ഞേ അറിയണത് പറയാം. പ്രശ്നമുണ്ടല്ലോ, ടീച്ചർ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തൃശ്ശൂരുകാരിയാണ്, ഇംഗ്ലീഷ് പറയുമ്പോ തൃശ്ശൂർ ഭാഷ പറയണം. അതും വേണോ? പിന്നെ എല്ലാം പിടിക്കായാലും ഒക്കത്തില്ലല്ലോ, ഒരു രസമല്ലടാ. അല്ല ചുമ്മാതെ ഭയങ്കര സീരിയസ് ടോക്കിലൊക്കെ വന്നു കഴിയുമ്പോ അല്ലേ പറയട്ടെ. ഇംഗ്ലീഷും വേണം, തൃശ്ശൂർ ഭാഷയും വേണം. ഇംഗ്ലീഷ് ആയിരിക്കണം, പക്ഷെ മറുപടി തൃശ്ശൂർ ഭാഷയല്ല. ഓക്കെ, എന്തോ ഞാൻ പക്ഷെ മലയാളത്തിലെ ചോദിക്കത്തു. ഓക്കെ, എന്തുണ്ട് വിശേഷം? ഫൈൻ ഡാ. ഇതില് ഡാ മാത്രമേ വന്നുള്ളൂ. ഡാ വരും,
അത് മാത്രമേ ഐ ആം ഫൈൻ, അതല്ല ഐ എം ഫൈനിടാ. ആ ഓക്കെ. അങ്ങനെ നിർത്തി പറയണം. പാട്ട് പറയുന്നില്ലേ, നിർത്തി പാടുകുട്ടി എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ. വീട്ടിലെല്ലാവർക്കും എന്നാണ് വിശേഷം? All are doing good. രസാട്ടോ. ഇപ്പൊ ഞാൻ പറയല്ലേ, എന്റെയൊക്കെ ഒരു ഭാഷയുണ്ട്. ശരിക്കും ഓരോ സ്ഥലത്തും ഓരോ ഭാഷയുണ്ട് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് ആസ്വദിക്കാൻ എന്ത് ഇഷ്ടമെന്നറിയോ? ഇങ്ങനെ ഇപ്പൊ ചേച്ചി പറഞ്ഞില്ലേ ഇംഗ്ലീഷിൽ പറയണൂന്ന് പറയാം, അത് ഏറ്റവും രസമായിട്ട് പറയാ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാ. നമ്മൾ ഒരു പീരീഡ് കഴിഞ്ഞ് അടുത്ത പീരീഡിലേക്ക് കുറച്ച് ദൂരം ഉണ്ടാവും നടക്കാൻ. അപ്പൊ പിള്ളേരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അവര് സംസാരിക്കണം, നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോ നല്ല രസമാണ് അവരുടെ സംസാരം. അപ്പൊ നമ്മൾ ചോദിക്കും മിസ് വെർ ഗോയിങ്, ഒരു കാര്യം ചെയ്യും. ഈ ആനീസ് കിച്ചന്റെ പ്രേക്ഷകരോട് ഒരു എന്താ പറയാ, ഇംഗ്ലീഷ് തൃശ്ശൂർ ഭാഷ വിടാൻ പറ്റില്ല. ആനീസ് കിച്ചൺ ഇസ് സോ ബ്യൂട്ടിഫുൾ. I like Annie's kitchen. I like your cooking very, very, very much. പക്ഷെ നല്ലതാട്ടോ, കേൾക്കാൻ ഭയങ്കര രസ. അതേപോലെ തന്നെ ശരിക്കും മലയാളമായാലും അല്ലേ, എനിക്ക് ഒത്തിരി ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന കുടിക്കാൻ ഒരു വെള്ളം പോലും തന്നില്ലല്ലോ എന്ന് ചോദിക്കുകയല്ലേ. അപ്പൊ ഞാൻ ഇപ്പൊ ഭക്ഷണം എടുക്കട്ടെ, നമുക്ക് കഴിച്ചോണ്ട് വർത്താനം പറയാം. എന്താ കഴിക്കാൻ? ഞാൻ കൊണ്ടുവരട്ടോ. ഓക്കേ. എനിക്ക് തോന്നുന്നു ഏതായാലും പെണ്ണ് കാണാൻ വരുന്ന ഇതുണ്ടല്ലോ, ഇതിന്റെ മണങ്ങിനെ അടിച്ചടിച്ചടിച്ചിട്ടേ. സോ വെയിറ്റിംഗ്, ടേക്ക് സം ഫുഡ്, ഗിവ് മീ ദ പൂരി. ഓ മൈ ഗോഡ്, അടിപൊളി. കുറച്ച് ദിവസമായി ഉണ്ടായിരുന്നു പൂരി കഴിച്ചിട്ട്. ശരിക്കും നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു പലഹാരമല്ല വെജ് കുർമ. ഇതെന്തൊരു മണം, രക്ഷയില്ല ദേവി. ഓക്കേ. എന്നിട്ട് എനിക്ക് 2-3 സംശയങ്ങളുണ്ട് ടീച്ചർ അമ്മയോട് ചോദിക്കാൻ. ഇത് എന്ത് കുർമ? നവരത്ന കുർമ? അതൊന്നുമല്ല. അല്ല, പേരുണ്ടോ ഇതിന്? പേരിട്ടോ, ആനീസ് കുർമ. അതൊക്കെ വേണ്ട, അതൊക്കെ തല്ലിപ്പൊളി. നല്ല ഐശ്വര്യമായിട്ട് ടീച്ചർ ഇത്രയൊക്കെ മിടിക്കുകയാണെങ്കിൽ ഒരു പേരിട്ടേച്ച് പോയേ. ഈ കുർമയ്ക്കോ? ആ, വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. സമാധാനം തന്നെ, ടീച്ചറിന് ആലോചിക്കാൻ സമയം കൊടുക്കണമല്ലോ. ഇത് കഴിച്ചു പോകുമ്പോഴേക്കും ഞാൻ ഒരു പേര് തന്നിരിക്കും. താങ്ക് യു. ഓക്കെ. അത് രചന, എനിക്ക് 2-3 സംശയമുണ്ടല്ലോ ചോദിക്കാനായിട്ട്. ഒന്ന്, ഇപ്പൊ ഞാൻ പ്രേമിച്ച കല്യാണം കഴിച്ച അല്ലേ, രചന ഒറ്റയ്ക്കാണ്, ആസ് എ ബോൾഡ് വിമൻ ജീവിക്കുന്നു. അപ്പൊ ഈ പ്രേമിച്ച് കെട്ടുന്ന അതിനോടുള്ള ഒരു കോൺസെപ്റ്റ് എനിക്കിഷ്ടായിരുന്നു. തീർന്നു, ചോദ്യം കഴിഞ്ഞു, ഉത്തരവ് കഴിഞ്ഞു, തീർന്നു. അതും കൂടെ എന്റെ കൂടെ വീട്ടിൽ നിന്ന് സമ്മതിച്ചില്ല. അല്ല, ബീങ് എ ബോൾഡ് വിമൻ, തന്നെ എത്രയും ഏൺ ചെയ്ത് ജീവിക്കുന്നു, അതിനോടുള്ളൊരു പ്രണയം എപ്പോഴും നല്ലതല്ലേ. സോ ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ. പക്ഷെ അവിടെ അതിന്റെ ഒപ്പം, പ്രണയത്തിന്റെ ഒപ്പം, പ്രണയം കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആവുന്നത് ഫ്രീഡം എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് കൂടി വരുമ്പോഴാണ്. കറക്റ്റ്. സ്വാതന്ത്ര്യമില്ലാതെ പ്രണയത്തിന് യാതൊരു പ്രസക്തിയില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രണയമൊക്കെ കിട്ടിയ പൊളിക്കും നമ്മള്, ചേച്ചീനെ പോലെ. പക്ഷെ ഉള്ള കാര്യം പറയാം, ഞാൻ ട്രൂലി അക്സെപ്റ്റ് ചെയ്യുന്നു. എന്റെ ഏട്ടൻ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്റെ ഒരു കോൺഫിഡൻസ്, എന്റെ ഒരു എന്താ പറയാ, എനിക്ക് എന്ത് പോസിറ്റീവ് ഉണ്ടോ അതെല്ലാം എന്റെ ഏട്ടന്റെ ഒരു ഒറ്റ സ്ട്രെങ്ത്തിലോ കിട്ടുന്നതാണ്. അതേപോലെ ചിലർ വന്നിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായതാണ്, നല്ലോണം ചിരിക്കും, പക്ഷെ ഉള്ളുകൊണ്ട് അവർ ഒരുപാട് സ്ട്രഗിൾസ് ചെയ്തിട്ടായിരിക്കും ഈ പുറത്തുനിന്ന് ഇങ്ങനെ ചിരിച്ചിട്ട് ഒരു അറിയാമല്ലോ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാന്ന്. ശരിക്കും അങ്ങനെയുള്ള സത്യമാണ്. എന്തുണ്ടെങ്കിലും ചിരിക്കാൻ പറ്റാന്ന് പറയുന്ന ഒരു ക്വാളിറ്റി അത് വേറെ തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും അത് കിട്ടിയില്ല, മറന്നിട്ട് ചിരിക്കാന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റിയാണ്. അപ്പൊ ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയുള്ളവരെല്ലാവരും ദേ ലിവ് ഇൻ ദ പ്രസന്റ്. ഫ്യൂച്ചറും ഇല്ല, പാസ്റ്റും ഇല്ല, ഒന്നുമില്ല. നമ്മൾ തന്നെ ഒരു കാലത്ത്, ഞാനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ടു സർവൈവ് യു ഹാവ് ടു സർവൈവ്. സോ ബാക്കി പല കാര്യങ്ങളും നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മള് എന്താ പറയാ, സാക്രിഫൈസാ പലതും യു ഹാവ് ടു അല്ലേ. എന്നാലേ ഇപ്പൊ നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ
അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് വേണ്ടിയൊക്കെ ജീവിക്കുന്ന സമയത്ത് നമ്മളല്ലാതെ ബാക്കിയുള്ളവരും കൂടി കൺസിഡർ ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പൊ പല ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് നമ്മുടെ വേദനകൾ ഉള്ളിലൊതുക്കി തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുക. തീർച്ചയായിട്ടും അത് ഒരു കണക്കിന് സുഖമുള്ള ഏർപ്പാടാണ്. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ വലിയ സുഖം. അതെ അതെ എന്റെ ദേവി, ഈശ്വരൻ ആർക്കും അങ്ങനെ ഒരു വരുത്തരുത്. ബേസിക്കലി ഇത്രേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പിന്നെ ഞാൻ അതൊന്ന് പഠിച്ചു. ഇപ്പൊ എന്താണോ നടക്കണേ അത് ആസ്വദിക്കാം. പിന്നെ എനിക്കൊരു സത്യം അറിയാം, രചന ഇതുവരെ പറഞ്ഞില്ല. രചനയുടെ ഒരു ബ്രദർ ഉണ്ട്. ആ ബ്രദറിന്റെ പേരറിയോ നിങ്ങൾക്കൊക്കെ? പക്ഷെ എനിക്കറിയാം. രചന പേര് പറയൂ കുട്ടി, പേര് പറയൂ. രജനീകാന്ത്. രജനീകാന്ത് അല്ല, ഇത് എന്റെ അമ്മാവ ഭയങ്കര രജനീകാന്ത് ഫാനായിരുന്നു. അങ്ങനെയാണ് ഏട്ടന് ആ പേര് വന്നത്. ഭാഗ്യം. വേറെ രചന എന്നുള്ള പേര് മാറിയത്. അങ്ങനെ അമ്മാവനായിട്ട് ഇട്ട പേരാണ്. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അദ്ദേഹമാണ്? അല്ല, എനിക്ക് എന്റെ പേര് സജസ്റ്റ് ചെയ്തത് എന്റെ ഒരു കസിൻ, ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അച്ഛന്റെ ഒരു കസിൻ. ആ ചേച്ചിയാണ് എന്റെ പേര് സജസ്റ്റ് ചെയ്തത്. പക്ഷെ ഏട്ടന് ഈ പേരിടുമ്പോഴേ ആദ്യം കുഞ്ഞുനാളിലൊന്നും ഒന്നും നമുക്ക് അറിവില്ലാന്ന് വിചാരിക്കാം. പക്ഷെ നമുക്കൊരു അറിവ് വെച്ചു ചമ്മലായിരുന്നു. ആദ്യം കുറച്ച് ചമ്മലൊക്കെ ആയിരുന്നു. ആരെങ്കിലും കളിയാക്കിണ്ട്? ആ ഏട്ടനെ കുറെ പേര് കളിയാക്കിണ്ട്. അപ്പൊ ഏട്ടനെ വീട്ടിൽ വിളിക്കുന്ന രഞ്ജുന്ന. അപ്പൊ ഏട്ടനെ ആര് പേര് വെച്ചാലും രഞ്ജു അങ്ങനെ പറയില്ല. പക്ഷെ നൗ ഹീസ് ലൈക്ക് ഹീസ് പ്രൗഡ് അബൌട്ട് ദാറ്റ്. പിന്നെ 2 മക്കളുണ്ട്. അപ്പൊ 2 പേരുടെയും വാല് മേധ രജനീകാന്ത്, ഹരിശങ്കർ രജനീകാന്ത് എന്നാണ്. അപ്പൊ അവള് പറയും, മോള് പറയും, എല്ലാരും എന്നെ രജനീകാന്തിന്റെ മോളെ എന്നാ വിളിക്കണേ. അത് പ്രൗഡ് അല്ലേ? പെട്ടെന്ന് നോക്കുമ്പോ ഞാൻ രജനീകാന്തിന്റെ മോൾ. സത്യമാണ്, ഞാൻ രജനീകാന്തിന്റെ മോളാണ്. ഡീറ്റെയിലിൽ പോണ്ടല്ലോ. അതെ, പക്ഷെ നല്ല രസമുണ്ട്. എന്തായാലും ഐ എം സോ ഹാപ്പി. എന്ന് വെച്ചാൽ ഫസ്റ്റ് സീസണിൽ എന്തായാലും വരാൻ പറ്റിയില്ല, സെക്കൻഡ് സീസണിൽ വന്നു. പക്ഷെ അത് വന്ന ദിവസം ഭയങ്കര സ്പെഷ്യൽ, നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ. നമുക്ക് ഇത്രയും സന്തോഷിച്ച് ഇത്രയും വർത്താനം പറയാൻ പറ്റി. ഐ എം സോ ഹാപ്പി ആൻഡ് ഐ എം സെയിം ഹിയർ. ഐ എം സോ താങ്ക്ഫുൾ ടു യു ചേച്ചി. കാരണം ഞാനൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ സിനിമ കണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് പുതിയ ഒരാള് വരുന്നത്. അതാ ഓ മൈ ഗോഡ്, എന്തൊരു ക്യൂട്ടായിട്ടാണ്. ഞാൻ 2 വയസ്സിന് മൂത്തുള്ളൂ. ഉണ്ടല്ല, 5 വയസ്സിന് എന്നെ അങ്ങ് ചെറുപ്പത്തിലതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചേച്ചിയുടെ കല്യാണം കഴിയുന്നത്. ഇതൊക്കെ കറക്റ്റായിട്ട് ഓർമ്മ വെച്ചിട്ടുണ്ടല്ലേ? എന്റെ വീട്ടിൽ ഇനി ഇല്ലാത്ത സിനിമാ നടന്മാരുടെയും നടിമാരുടെയും പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ഡയറക്ടറൊക്കെ ആവണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അതിപ്പോഴും ഉണ്ട്. അത് നടക്കും, നമ്മൾ നടത്തൂലേ? അമ്മ നടത്തി തരൂലേ? അമ്മ അനുഗ്രഹിച്ച എന്താ നടക്കാത്തെ? അത് ഗുരുസ്ഥാനായാലും അമ്മയായാലും തീർച്ചയായിട്ടും. അമ്മ മക്കളെ അനുഗ്രഹിക്കുന്ന പോലെ ആരനുഗ്രഹിക്കില്ല? അച്ഛനും അമ്മയും ഗുരുവുമാണ് ഏറ്റവും സിൻസിയർ ആയിട്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുക. വേറെ ആരും ചെയ്യില്ല. തീർച്ചയായിട്ടും. താങ്ക് യു ഫോർ ദ ഹാപ്പിനെസ് ഷെയർഡ് ആൻഡ് ഐ ലവ് യു സോ മച്ച്. പേര് പറഞ്ഞേ, പുട്ട പേര്, പുട്ട് നെയിം. അതൊരു പ്രശ്നമാണ് ചേച്ചി. ആലോചിച്ച് വാട്സ്ആപ്പ് ചെയ്താൽ മതിയോ? പോകുന്നതിന് മുമ്പ് ഇട്ടേച്ചു പോവാന്ന് വലിയ കാര്യത്തിൽ പറ. സാരമില്ലടാ, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നും. പേരൊന്നും കിട്ടുന്നില്ല. ഇറ്റ്സ് ഓക്കെ. എനിവേ നല്ല ഭക്ഷണമെന്ന് പറഞ്ഞു കുഞ്ഞ്. അതുകൊണ്ട് ധൈര്യമായിട്ടല്ല എന്റെ പ്രേക്ഷകരും ഉണ്ടാക്കണം. അമ്മയുടെ ഈ ഒരു ജന്മദിന ദിവസത്തിൽ എല്ലാ പ്രേക്ഷകർക്കും, എന്റെ അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും അമ്മ ചൊരിയുന്ന അനുഗ്രഹവും സ്നേഹവും പോലെ എല്ലാ കുടുംബത്തിലും എല്ലാവർക്കും അമ്മയുടെ എല്ലാ അനുഗ്രഹവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. ചെറുത് ഗുഡ് ബൈ.